മിസ്രൈമിൽ ഒരടിമയായി ജനിച്ച് വാഗ്ദത്ത ദേശത്തെത്തുമ്പോൾ ഒരു വീരയോദ്ധാവായി മാറിയ ആളാണ് ജോഷുവ. ഒറ്റ രാത്രി കൊണ്ട് വീരയോദ്ധാവായി മാറിയ ആളല്ല ജോഷുവ. പകരം 40 വർഷത്തെ തൻ്റെ മരുഭൂമിയിലൂടെയുള്ള യാത്ര തന്നെ ഒരു യോദ്ധാവാക്കി മാറ്റുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവത്തോടുള്ള അനുസരണവും വിശ്വാസവുമെല്ലാം തന്നെ കൂടുതൽ കരുത്തുള്ളവനാക്കി മാറ്റി. മോശയുടെ ഭൃത്യനായി ജീവിതം ആരംഭിച്ച, മരുഭൂയാത്ര ആരംഭിച്ച ജോഷുവ പിന്നത്തേതിൽ മോശയുടെ ഒരു പിൻഗാമിയായി മാറുവാൻ തക്കവണ്ണം ഇടയായി. പല പ്രതിസന്ധികളിലൂടെയൊക്കെ താൻ കടന്നുപോയപ്പോഴും അവിടെയെല്ലാം ദൈവം തനിക്ക് തുണ നിൽക്കുവാൻ തക്കവണ്ണം ഇടയായി. ദൈവത്തിന്റെ അത്ഭുത കരങ്ങൾ ആ 40 വർഷത്തിൽ പലതവണ കാണുവാൻ തക്കവണ്ണം ഇടയായി. മരുഭൂമിയിൽ പലരും പട്ടുപോയപ്പോഴും ജോഷുവ ദൈവത്തിന്റെ ബലത്തിൽ ആശ്രയിച്ച് വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കുവാൻ തക്കവണ്ണം ഇടയായി. മോശ പോലും വാഗ്ദത്ത ദേശം കാണുക മാത്രമേ ചെയ്തുള്ളൂ, അവകാശമാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ജോഷുവ വാഗ്ദത്ത ദേശം അവകാശമാക്കി തീർക്കുവാനും ഇസ്രായേൽ ജനത്തെ പിന്നത്തേതിൽ നയിക്കുവാനും ദൈവം തന്നെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം ഇടയായി. ജോഷുവയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അനുസരണവും ദൈവത്തിലുള്ള വിശ്വാസവുമാണ്. അത് തന്നെ ഒരു ജയാളിയാക്കി മാറ്റുവാൻ തക്കവണ്ണം ഇടയായി. ജീവിതത്തിൽ മരുഭൂമിയുടെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും വരാനുള്ള സാധ്യതകളുണ്ട്. മരുഭൂമികളുടെ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ മരുഭൂമികൾ, പ്രതിസന്ധികൾ നമ്മളെ തകർക്കാനല്ല. ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് പല മരുഭൂമികളും പല പ്രതിസന്ധികളും അവനെ ശക്തനായി കരുത്തുള്ളവനാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മരുഭൂമികൾ അല്ലെങ്കിൽ ഈ പ്രതിസന്ധികൾ നമ്മളെ തകർക്കാനല്ല, നമ്മളെ ക്ഷീണിപ്പിക്കാനല്ല, നമ്മളെ സങ്കടപ്പെടുത്താനല്ല, പകരം നമ്മളെ കരുത്തുള്ളവരാക്കി ദൈവം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രതിസന്ധിയിലും നമ്മളെ ജയാളികളാക്കി നടത്തുന്ന ദൈവത്തിൻ്റെ അത്ഭുത കരം നമ്മളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്.